Welcome back to my channel, English Grammar Teaching and Learning. My name is Sarasan. In the last class, we have studied what is the difference between clauses and phrases. Today, we study what are the kinds of sentences. According to purpose and functions, sentences may be classified into 4 groups: assertive sentences, imperative sentences, exclamatory sentences, and interrogative sentences. Let us study one by one. Okay. സെൻറ്റൻസുകളെ നാലായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന്, അതിൻ്റെ ഉദ്ദേശം, അതുപോലെ തന്നെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകളെ നാലായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തെ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ആൻ അസർട്ടീവ് സെൻറ്റൻസ്. ഒരു അസർട്ടീവ് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. അസർട്ടീവ്, from the word we can understand assertive. Something is asserted, affirm or declare. That is actually a simple statement of facts. Assertive sentence or declarative sentence എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫാക്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഹി ഈസ് എ ഗുഡ് ക്രിക്കറ്റർ. His name is Amarnath. He comes from West Bengal. അപ്പോൾ ഇവിടെ 3 സെൻറ്റൻസ് ഞാൻ എഴുതിയിട്ടു. ഇവിടെ ഹി ഈസ് എ ഗുഡ് ക്രിക്കറ്റർ, ഗുഡ് ക്രിക്കറ്റർ. അപ്പോൾ ഹി, ആ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഗുഡ് ക്രിക്കറ്റർ. എ ഗുഡ് ക്രിക്കറ്റർ എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൽ അഫേം ചെയ്യുന്നത്, അസർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ അവന്റെ പേരാണ് അമർനാഥ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നു. അടുത്തത് കംസ് ഫ്രം വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്നു എന്നുള്ളത്. സോ ആൾ ദീസ് ആർ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫാക്ട്സ്, അതാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡേ ടു ഡേ ലൈഫ്. എന്നാൽ നിത്യജീവിതത്തിൽ വളരെ കൂടുതൽ പ്രാധാന്യമുള്ള സെൻറ്റൻസുകളാണ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് വി ആർ യൂസിങ് ഇൻ ഡേ ടു ഡേ കോൺവെർസേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അക്കാഡമിക് റൈറ്റിംഗ്. ഈ മേഖലകളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ്. രണ്ടാമത്തത് ഇംപെററ്റീവ് സെൻറ്റൻസ്. ഇംപെററ്റീവ് സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസസ് കമാൻഡ്സ്, റിക്വസ്റ്റ്, ഓർഡർ, വിഷ്, സജഷൻസ്, ഇൻസ്ട്രക്ഷൻസ്, ഇങ്ങനെ വാണിംഗ്, ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇംപെററ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇംപെററ്റീവ് സെൻറ്റൻസ് സാധാരണയായിട്ട് ആരംഭിക്കുന്നത് ഒരു വെർബിലായിരിക്കും. മിക്കവാറും അതിന് സബ്ജക്റ്റ് ഒഴിവാക്കിയിട്ടായിരിക്കും പറയുക. നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ഉദാഹരണത്തിന്, അപ്പോൾ ഇംപെററ്റീവ് സെൻറ്റൻസ് ഇസ് എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസസ് കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ. അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ്. ഇവിടെ ആരോടെന്ന് പറഞ്ഞിട്ടില്ല, ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ യു ഗെറ്റ് ഔട്ട്, അതാണ് അതിന്റെ സെൻസ്. പക്ഷെ അവിടെ സബ്ജക്റ്റ് ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്, ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ്. ഇത് നമുക്ക് ആ പറയുന്ന ടോൺ അനുസരിച്ച് ഒന്നുകിൽ കമാൻഡ് ആവാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആവാം, അല്ല ഓർഡർ ആവാം. ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. ആ വ്യക്തി പറയുന്നതിനെ അനുസരിച്ചിരിക്കുന്നു. ഇനി ഒരു റിക്വസ്റ്റ്, പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇതൊരു റിക്വസ്റ്റ് ആണ്, പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇനി നമുക്കൊരു വേറെ ഒരു സെൻറ്റൻസ് എഴുതാം. വുഡ് യു പ്ലീസ് ഷോ മീ ദി വേ ടു ദി റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്.
റെയിൽവേ സ്റ്റേഷൻ. വുഡ് യു പ്ലീസ് ഷോ മീ ദി വേ ടു ദി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരുമോ, ദയവായി. അത് വുഡ് യു പ്ലീസ് ചേർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് നമുക്ക് ഒരു വിഷ് നോക്കാം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. അവർ ബെസ്റ്റ് വിഷസ്. അതുപോലെ ഒരു ബ്ലെസ്സിങ്സ്. മേ ഗോഡ് ബ്ലെസ് യു. അതുപോലെ തന്നെ അത് ചെയ്യരുത്. ഡോണ്ട് ഡു ഇറ്റ് അഗെയിൻ. ഡോണ്ട് ഡു ഇറ്റ് അഗെയിൻ. ഇങ്ങനെ ധാരാളം സെന്റൻസുകൾ നമുക്ക് എഴുതാൻ പറ്റും. വാണിംഗ് ആയിട്ട് നമുക്ക് പറയാം സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. ഈ രീതിയിലൊക്കെ എഴുതുന്ന സെന്റൻസുകളെയാണ് നമ്മൾ ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, exclamatory sentence. Exclamatory sentence is a sentence which expresses strong emotions, burst of feelings, sudden shock. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ exclamatory sentence ഉപയോഗിക്കുന്നത്. Exclamatory sentence begins with typically how, why, what. പിന്നെ ചില ഇന്റർജെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ആ, ഓ, അലാസ്, വോ, ഇതൊക്കെയും നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഫോം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് എക്സാമ്പിൾ, ഹൗ വണ്ടർഫുൾ. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ദെൻ വൈ സോ സാഡ്. വാട്ട് എ വണ്ടർഫുൾ ബിൽഡിംഗ് ഇറ്റ് ഈസ്. ഇങ്ങനെയൊക്കെ നമുക്ക് വാട്ട് എ ഫൂൾ ഹി ഈസ്. ഇതെല്ലാം എക്സ്ക്ലമേറ്ററി സെന്റൻസിന് ഉദാഹരണമാണ്. ഇനി ഓ മൈ ഗോഡ്. മൈ ഗോഡ്, വാട്ട് ഹാപ്പൻഡ്. ആ, ഓക്കെ. വോ, ദാറ്റ് ഈസ് വണ്ടർഫുൾ മൈ ലവ്. വോ, ദാറ്റ് ഈസ് വണ്ടർഫുൾ my love. Wow, that is wonderful. Or wow, that is good. That is great. എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഇന്റർജെക്ഷൻസും ഉപയോഗിക്കുന്നുണ്ട്. അലാസ്, he is no more. Then last one in that category, that is interrogative sentences. Interrogative sentence is a sentence which begins with an interrogative word or a question word. Interrogative word, it is used to ask questions. അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇന്ററോഗേറ്റീവ് വേർഡ്സ് വാട്ട്, വിച്ച്, വെയർ, വെൻ, വൈ, ഹൂ, whose, whom, how, how many, how much, how far, how long, how often, etc. ഇങ്ങനെ തുടങ്ങുന്ന WH ക്വസ്റ്റ്യൻ വേർഡ്. WH ക്വസ്റ്റ്യൻ വേർഡ്. What is your name? Which is your school? Where are you going? When do you come? Why do you late? Who is your father? Whose book is this? Whom? Whom did you invite? How are you? How many brothers have you? How much money do you have? How far is your school from your house? How long have you been studying?
or working? How often do you go to cinema? അപ്പോൾ ഇതേ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ എന്ത് പറയും? ഇൻട്രോഗേറ്റീവ് ഇങ്ങനെ ഈ സെൻറ്റൻസുകളെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. സോ we have studied what are the kinds of sentences classified according to nature and purpose and functions. Purpose and functions അതിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റൻസുകൾ നമ്മൾ നാലായി തരംതിരിച്ചു പഠിച്ചു. അസർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, then imperative sentence, exclamatory sentence, then interrogative sentence. In the next class we will study kinds of sentence continue. ഇതിനെ തുടർന്ന് വരുന്ന സ്ട്രക്ചർ ആൻഡ് കോംപ്ലക്സിറ്റി. സെൻറ്റൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. സ്ട്രക്ചർ, കോംപ്ലക്സിറ്റി ഇവയെ അടിസ്ഥാനമാക്കിയ സെൻറ്റൻസുകളെ നാലായി വീണ്ടും തിരിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് you understood my class. Please subscribe, share and support me. Okay, thank you.